നമസ്കാരം. കേരള കാർഷിക സർവകലാശാല പുതിയ ഒരു ബി.എസ്.സി ഹോർട്ടിക്കൾച്ചറൽ കോഴ്സ് അനൗൺസ് ചെയ്തതായി അറിഞ്ഞു. ക്യാപിറ്റേഷൻ ഫീ മേടിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നൊരു സാഹചര്യമുണ്ട്. നല്ലത്. അത് പുതിയ കാര്യമല്ല. എല്ലാ സംസ്ഥാനത്തും ഹോർട്ടിക്കൾച്ചർ കോഴ്സുണ്ട്. ഇത് പാസ്സായിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് പലരും പറയും ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന ധാരാളം പേര് കൃഷി ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറോ ഒന്നും ആവാൻ പറ്റാത്ത പലർക്കും വളരെ തുച്ഛമായ ശമ്പളത്തോടു കൂടി ഇപ്പോഴും ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പോൾ ഒരു ആകർഷണ കൂടുതലുള്ള ഒരു ജോലി സാധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഴ്സ് ബി.എസ്.സി അഗ്രികൾച്ചർ കോഴ്സ് 4 വർഷം ഉള്ളതാണെങ്കിലും കൂടുതൽ തിയറി ഓറിയന്റഡ് ആകരുത്. അതിന് പകരം ആ, എല്ലാ സംവിധാനത്തോടു കൂടിയും അവർക്ക് സ്കിൽ അക്വയർ ചെയ്യാനുള്ള കോഴ്സായിട്ട് മാറ്റണം. ഇതാണ് എൻ്റെ ഒരു സജഷൻ. ഞാനൊരു ഉദാഹരണം പറയാം. ഹോർട്ടിക്കൾച്ചറിൽ ഒലറിക്കൾച്ചർ, പോമോളജി അങ്ങനെ നിരവധി ശാഖകളുണ്ടെങ്കിലും ഈ എല്ലാ തിയറി പഠിപ്പിച്ച് വിടേണ്ട കാര്യമൊന്നുമില്ല. ആ, ഞാൻ പറയുന്നത് ഈ ഹോർട്ടിക്കൾച്ചറിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ വെജിറ്റബിൾ ബ്രീഡർ, അത് നല്ലൊരു പേരാണ്. ഇത് കേൾക്കുമ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇനി ഒരുപക്ഷെ ചിന്തിക്കും ഞങ്ങളെ മറികടന്നുകൊണ്ട് ഒരു കോഴ്സോ. ഇന്റർ ഡിസിപ്ലിനറി ആയിരിക്കണം കോഴ്സുകൾ. നമ്മുടെ ഏതെങ്കിലും ഒരു 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 ഹോർട്ടിക്കൾച്ചർ ജനറൽ ആണല്ലോ. മൈക്രോബയോളജി പഠിപ്പിക്കുമ്പോൾ അത് മൈക്രോബയോളജിസ്റ്റിന് മാത്രമേ ചെയ്യാവൂ എന്നൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അവരെന്ത് ജോലിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വെച്ചുകൊണ്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഡിഗ്രി തലത്തിലും ആവാം. ഒരു ഉദാഹരണത്തിന് 4 വർഷത്തെ കോഴ്സിൽ ആദ്യത്തെ 1 വർഷം പൂർത്തിയായാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ജോലി കിട്ടുകയാണെങ്കിൽ താല്പര്യമുള്ളവർ പൊയ്ക്കോട്ടെ. 3 വർഷമോ 2 വർഷമോ ഒക്കെ കഴിയുമ്പോൾ അവർക്ക് ഡിപ്ലോമ കൊടുക്കുക. അതും കഴിഞ്ഞ് 4 വർഷം കഴിയുമ്പോൾ ഡിഗ്രി കൊടുക്കുക. പക്ഷേ അത് വെറും ഡിഗ്രി ആകരുത്. അവിടെ ഓപ്ഷൻസ് വേണം. എല്ലാമൊന്നും ഇപ്പോൾ കാർഷിക യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സ്പെസിഫിക് റിക്വയർമെൻറ്റ് നോക്കി ചെയ്യണം. ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ഫ്രൂട്ട് ക്രോപ്സിന് കൂടുതലായിട്ട് ബ്രീഡർമാരുടെ കുറവുണ്ടെങ്കിൽ അതിലൊരു സ്പെഷ്യലൈസേഷൻ ചെയ്യാം. ഒരു വിഭാഗം സ്റ്റുഡൻസിനെ ഹോർട്ടിക്കൾച്ചറിൽ തന്നെ ബ്രീഡർ എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യലൈസ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. 2 വർഷം, ബാക്കിയുള്ള 2 വർഷം, ആദ്യത്തെ 2 വർഷം ബേസിക്സ് എല്ലാം പഠിപ്പിച്ചിട്ട് പിന്നെ 2 വർഷം ഇവർക്ക് പ്ലാന്റ് ബ്രീഡിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ പ്ലാന്റ് ബ്രീഡിംഗ് എം.എസ്.സിക്ക് പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, സ്പെഷ്യലൈസ് ചെയ്തവരെ. അതുപോലെ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി സ്പെഷ്യലൈസ് ചെയ്യാം 2 വർഷം. അവരെ എം.എസ്.സി ബയോടെക്നോളജിക്ക് പരിഗണിക്കണം. ഈ രീതിയിൽ കോഴ്സ് ഡിസൈൻ ചെയ്താൽ അതിനൊരു വില വരും. കാരണം പ്രാക്ടിക്കലി സ്കിൽ അക്വയർ ചെയ്യണ്ടേ. എല്ലാവരും കൃഷി ഓഫീസർമാരായിട്ട് അവിടെ ഇപ്പോൾ കർഷകർ പറയുന്ന കൃഷി ഓഫീസർമാർ ഫീൽഡിലല്ല, അവർ പോളിസി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ക്ലറിക്കൽ പണികൾ, ഐ.എ.എസുകാരും ചെയ്യുന്നതാണ്, ക്ലറിക്കൽ പണികൾ ചെയ്യുന്നു. വാസ്തവമുണ്ട്. പക്ഷേ സർക്കാരിന് കൃഷി ഓഫീസർമാർ വേണം, അവരുടെ നയങ്ങൾ നടപ്പിലാക്കണ്ടേ. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് അങ്ങനെ ജോലി കിട്ടുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും? അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ പോയാലും ഇവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്ത അറിവ് വേണ്ടേ? ലാൻഡ്സ്കേപ്പിംഗ് ആവാം, പ്ലാന്റ് ബ്രീഡിംഗ് ആകാം, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നല്ല സ്കോപ്പുണ്ട്. പക്ഷെ അതിന് നമ്മുടെ അഗ്രികൾച്ചർ കോളേജിൽ എല്ലാം കൂടി പഠിപ്പിക്കാതെ ഓരോ സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് AI എല്ലാം ഉള്ള ഈ കാലത്ത് ഡ്രോൺ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാം. അവർ അഗ്രികൾച്ചർ ഓഫീസർ എന്നല്ല, അഗ്രികൾച്ചർ എഞ്ചിനീയർ എന്ന് വേണം പറയാൻ. 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ അവരെ ഡ്രോൺ എഞ്ചിനീയർ, ഡ്രോൺ പൈലറ്റ് ലൈസൻസ് മേടിക്കാം. അത് വെച്ചുകൊണ്ട് ഡിസീസ് ഐഡൻറ്റിഫിക്കേഷൻ ഇതെല്ലാം ചെയ്യാം. കുറച്ച് കോഡിങ്ങും പഠിപ്പിക്കാം. നമ്മൾ കൺവെൻഷണലായിട്ട് ചിന്തിക്കുന്നതിൽ നിന്ന് മാറ്റി ചിന്തിച്ചേ പറ്റൂ. മറ്റു സംസ്ഥാനങ്ങൾ അത് ചെയ്തത് കണ്ടിട്ടായിരിക്കണം കാർഷിക യൂണിവേഴ്സിറ്റി ഇതൊക്കെ ചിന്തിച്ചു എന്ന് തുടങ്ങാം. പക്ഷേ കാർഷിക യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ചർച്ചയ്ക്ക് പുറത്തിറങ്ങിയാലേ കൂടുതൽ ഇന്നോവേറ്റീവായി ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് പറയാനുള്ളത്. ചുരുക്കം വാക്കുകൾ മാത്രമാണ് പറഞ്ഞത്. എന്തായാലും പുതിയ കാര്യങ്ങൾ നന്നായി വരട്ടെ എന്ന ആശംസകളോടുകൂടി
നിർത്തുന്നു. ഞാൻ സായിരാജ്. ഗുഡ് ബൈ.